ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അല്ലീസ് സൂപ്പർ മാർക്കറ്റ്, മാർക്കറ്റിന് സമീപം നെടുമൺകാവ്. നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ തോമസ് പൊയ്കെ. വൺ ഇന്ത്യ വൺ പെൻഷൻ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഓഫീസ് പൂയപ്പള്ളി പഞ്ചായത്തിൽ നാൽക്കവലയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഘടന ആരംഭിച്ചിരിക്കുന്നത്. വയസ്സ് കഴിഞ്ഞ ഓരോ പൗരനും ഭരണഘടനയിൽ പറയുന്നത് പോലെ തന്നെ 10,000 രൂപ പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 10,000 രൂപ പെൻഷൻ ലഭിച്ചാൽ ഒരു വ്യക്തിക്കോ ആ കുടുംബത്തിനോ മാത്രമല്ല നാടിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെയാണെങ്കിലും ഞാനൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പറയുന്നതല്ല, ഇപ്പോൾ തന്നെ ഈ മാസത്തെ ശമ്പളവും പെൻഷൻ കൊടുക്കാനായി 2,000 കോടി കടമെടുക്കുന്നുണ്ട് നമ്മളുടെ കേരള ഗവൺമെൻറ്. അക്കൂട്ടത്തിൽ ഒരു 10-50 കോടി രൂപ കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ നാടിനെ മാറ്റിമറിക്കുന്ന ഈ സംഭവം ഏതൊരു ഗവൺമെൻറ്റും ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൽ കൂടെ ഈ 10,000 രൂപ കിട്ടുന്ന ഓരോ സാധാരണക്കാരനും അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും അതിൽ കൂടെ ഏകദേശം 3,000 രൂപ ഗവൺമെൻറ് തന്നെ ടാക്സ് ഇനത്തിൽ തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്ക് 30,000 രൂപ സർക്കാർ ഉദ്യോഗസ്ഥന് പെൻഷൻ ലഭിക്കുന്നതിലും നല്ലത് ഒരു വീട്ടിൽ അതുപോലെ നല്ല പരിചയമുള്ളതാകുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ തോമസ് സാറ് അതൊക്കെ എല്ലാ ദിവസവും ആക്റ്റീവായിട്ട് നമ്മുടെ നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായിട്ടൊക്കെ കടന്നു വരാറുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ മാതാപിതാക്കൾക്കും 10,000 രൂപയിൽ കുറയാത്തതാകുന്ന ഒരു തുക ലഭ്യമാകണം എന്നുള്ളതാകുന്ന ഏക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് പൂയപ്പള്ളി പഞ്ചായത്ത്. വിശദമായ വിവരത്തിന് നാൽക്കവല ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇക്കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MSc
സുവോളജി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ നന്ദു കൊട്ര നിവാസിയാണ്. ഞങ്ങളുടെ പ്രതിനിധി ദാസ് കൊട്രയുടെ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം, ഞാൻ ദാസ് കൊട്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീയണ്ണൂർ, നമ്മുടെ നാട്ടിൽ തന്നെ MSc ജിയോളജിക്ക് 1ാം റാങ്ക് നേടിയ നന്ദുവിൻ്റെ വീട്ടിലാണ്. നമുക്ക് ആ നന്ദുവിനെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ MES പൊന്നാനി കോളേജിലാണ് MSc ചെയ്തത്. ഡിഗ്രി വർക്കല SN കോളേജിലായിരുന്നു, കേരള യൂണിവേഴ്സിറ്റി. പൊന്നാനിലാണ് PG ചെയ്തത്. അടുത്ത എന്തോ പ്ലാൻ എന്നുള്ള അങ്ങനെ വല്ലതും? PhD ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. വേറെ സഹോദരങ്ങളൊക്കെ? സഹോദരിയുണ്ട്, 9ാം ക്ലാസ് പഠിക്കും. എവിടെ? കൊട്ര സ്കൂളിൽ തന്നെ, ഈ കൊട്ര ശങ്കരമംഗലം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന വെള്ളിയം പഞ്ചായത്തിലെ 13ാം വാർഡിലെ അവസാനഘട്ട പ്രചരണ ദൃശ്യത്തിലേക്ക്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊട്ടറ 13ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന കൊട്ടറ വിക്രമൻ നായർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ദശാബ്ദങ്ങളായി നാട് ഭരിച്ചുകൊണ്ടിരുന്ന കൊടിയ കുടിവെള്ളത്താണ് അന്നത്തെ അസ്ഥിക്ക് വക കണ്ടെത്തുവാൻ നിലവിലെ പകലാക്കി അരമുണ്ട് ഒളിച്ചുകൊടുത്ത് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ പക്ഷം നേരിന്റെ ഇടതുപക്ഷം. പ്രവർത്തനങ്ങൾക്ക് പുതിയ മുദ്രാവാക്യം ചേർത്തുവെച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ സംശുദ്ധിയുടെ നേരടയാളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് കയ്യൊന്നേക്ക് സ്വീകരിച്ച ഈ നാടിന്റെ പ്രിയപ്പെട്ടവർ ഇതാ കടന്നു വരികയാണ്. കൊട്ര കളീലിൽ വീട്ടിൽ ജോസ് തോമസിന്റെയും ആനി ജോസിന്റെയും മകൾ അജിനു ജോസും ചെങ്ങമ്മനാട് മമ്മഴിയിൽ ജോൺസിന്റെയും ഷീബ ജോൺസിന്റെയും മകൻ നിതിൻ ജോൺസനുമായുള്ള വിവാഹം ചെങ്ങമ്മനാട് ഇമ്മാനുവേൽ മർത്തോമ ചർച്ചിൽ വെച്ച് നടന്നു. ഇക്കഴിഞ്ഞ സംസ്ഥാനതല കാമ്പസ് ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ദേവി നന്ദന മീയണ്ണൂർ മഹാലക്ഷ്മി എസ്റ്റേറ്റിൽ രതീഷ് കുമാറിന്റെ മകളാണ്. ഇതോടെ ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നമസ്കാരം.